നമസ്തേ സാർ. നമസ്കാരം. ഇന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ്. ഗാന്ധിജിയെ വധിച്ചതിൽ കോൺഗ്രസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ബന്ധമൊന്നും അന്വേഷിക്കേണ്ട ബന്ധമാണ്. കാരണം മഹാത്മാഗാന്ധി വധിക്കപ്പെടുന്നത് 1948 ജനുവരി മാസം 30 സംഭവം നടക്കുന്നത് 4:30 മണിക്കാണ്. 7 മണിക്ക് ഓൾ ഇന്ത്യ റേഡിയോയിൽ കൂടി പ്രതികളെ നിശ്ചയിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്, അല്ലാണ്ട് പോലീസല്ല. എനിക്ക് മനസ്സിലാവാത്തത്, ഈ പ്രധാനമന്ത്രിക്ക് എവിടുന്ന പോലീസിന് പണി കിട്ടിയത്? അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആകുന്നത് എങ്ങനെയാണ്? അതിനെ സംബന്ധിക്കുന്ന ചരിത്ര രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം നേരത്തെ പ്രതികളെ മുൻകൂട്ടി തീരുമാനിക്കുക, RSS ആണെന്ന് പ്രതിയെ തീരുമാനിക്കുക, RSSനെ നിരോധിക്കുക, അതിൻ്റെ ഓൾ ഇന്ത്യ അധ്യക്ഷനായിട്ടുള്ള സർസംഘാലകായിരിക്കുന്ന പൂജനീയ ഗുരുജിയെ അറസ്റ്റ് ചെയ്യുക. പക്ഷെ മറിച്ച് എനിക്കിതിനടുത്ത് കോൺഗ്രസ്സായിട്ട് ചോദിക്കാവുന്നത്, മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് നാഥുറാം വിനായക് ഗോഡ്സെ ഏത് പ്രസ്ഥാനത്തിൻ്റെ മെമ്പറായിരുന്നു? അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ മെമ്പറാണ്. ഇവർ ഹിന്ദു മഹാസഭയെ നിരോധിച്ചോ? അവർ മൊഴിയെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്ന് മാത്രമല്ല, അതിൻ്റെ അധ്യക്ഷനായിരുന്ന ആളുടെ പേരെന്താ? നിർമ്മൽ ചന്ദ്ര ചാറ്റർജി എന്ന ആളുടെ പേര്. ആ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, 2.5 മാസം കഴിഞ്ഞ സമയത്ത് അയാൾക്ക് കൽക്കട്ട ഹൈക്കോടതിയിൽ ജഡ്ജിയായിട്ട് നിയമിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. ഇത് തെളിവുകളുണ്ടല്ലോ, ഇതിനകത്ത് രേഖകളുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ഇവർ ഒരുപാട് നറേഷൻസ് കൊണ്ടുവന്നു കോൺഗ്രസ് എക്കാലത്ത്. ഗാന്ധിയെ വധിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെ, അയാൾ ഹിന്ദു മഹാസഭക്കാരൻ, അതുകൊണ്ട് സവർക്കറെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു, അതിനെ കുറിക്കുന്ന കപൂർ കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നു. ഇതിനകത്തൊന്നും RSSനെ കുറിച്ച് പറയുന്നില്ല. മറിച്ച് ഈ കേസിൽ പ്രതി RSS ആണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൂട്ടരും വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, 1948 ജനുവരി മാസം 12 മഹാത്മാഗാന്ധി ഡൽഹിയിൽ ഉപവാസം ഇരിക്കുന്നുണ്ട്. ഉപവാസം ഇരിക്കുന്ന സമയത്ത് നെഹ്റു പ്രചരിപ്പിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന് കൊടുക്കാനുള്ള 55 കോടി രൂപ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഉപവാസം കിടക്കുന്നതെന്നാണ്. സത്യം അതല്ലല്ലോ. സത്യം എന്തായിരുന്നു? അന്ന് മുസ്ലിങ്ങൾ പഞ്ചാബ് ഭാഗത്ത് ഹിന്ദുക്കൾക്കെതിരായിട്ട് വലിയ അക്രമം നടത്തുന്നു. ഈ അക്രമം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ജനുവരി മാസം 12 മഹാത്മാഗാന്ധി ഉപവാസം കിടക്കുന്നു. തന്നെ 11 വന്നു കണ്ട മുസ്ലിം നേതാക്കന്മാരോട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ കടുത്ത അക്രമമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതല്ല. 2024 ഒക്ടോബർ മാസത്തിലുണ്ടായിട്ടുള്ള പൂർണ്ണോദയയുടെ മാസികയ്ക്കകത്ത് എഡിറ്റോറിയലാണ് ഈ സംഗതി. അപ്പം നെഹ്റു എന്താ പറഞ്ഞേ? 55 കോടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം നിരാഹാരം കിടന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ജാനുവരി മാസം 14 പാകിസ്ഥാൻ 55 കോടി കൊടുത്തു, നെഹ്റു കൊടുത്തത്. ഈ പണത്തിന് ശേഷം 5 ദിവസം കഴിഞ്ഞാൽ മഹാത്മജി ഉപവാസം അവസാനിപ്പിക്കുന്നത്, ജാനുവരി മാസം 18. അപ്പം യഥാർത്ഥത്തിൽ പണം കൊടുക്കലായിരുന്നു ലക്ഷ്യമെങ്കിൽ 13 കൊടുത്ത ഇദ്ദേഹം 14 ഉപവാസം അവസാനിപ്പിക്കണ്ടേ? ചെയ്തില്ലല്ലോ. ഇദ്ദേഹം അവസാനിപ്പിക്കുന്നത് 18 ഈ 18 കഴിഞ്ഞിട്ട് 19 കഴിഞ്ഞിട്ട് 20 അതേ സ്ഥലത്ത് തന്നെ മഹാത്മാഗാന്ധിയെ വധിക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് നടത്തിയിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെ ഉണ്ട്, അതിനകത്ത് മദൻലാലുണ്ട്, ഈ പറയുന്ന അക്രമ സംഘത്തിലുള്ള എല്ലാവരും ഉണ്ട്. അതേ സമയത്ത് അതേ അക്രമ സംഘത്തിൽപ്പെട്ടവർക്കൊക്കെ അന്നത്തെ പരിശ്രമം പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജാനുവരി മാസം 30 നടക്കുന്ന 4ാമത്തെ പരിശ്രമം, ഇത് ഒരു പരിശ്രമമല്ല. ആദ്യത്തെ പരിശ്രമം 1934 ജൂലൈ മാസത്തിലാണ്, പൂനെയിലാണ്. 2ാമത്തെ പരിശ്രമം 1942 മൂന്നാമത്താണ് 48 ജനുവരി മാസം 20 നടക്കുന്നത്. 4ാമത്തെ പരിശ്രമത്തിലാണ് മഹാത്മാഗാന്ധിയെ വധിക്കാൻ വേണ്ടിയിട്ട് ഗോഡ്സെയ്ക്ക് സാധിക്കുന്നത്. ഈ 4ാമത്തെ വധശ്രമത്തിൻ്റെ തൊട്ടു മുന്നേയുള്ള 3 ദിവസക്കാലം 28, 29, 30 ആ ദിവസങ്ങളിൽ എവിടെയായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ താമസിച്ചത്? അയാൾ താമസിച്ചത് ഇതേ ബിർള മന്ദിരത്തിലെ റൂം നമ്പർ 3 ഇതിന് തെളിവുകളുണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ ആരാണ് ഈ മുറി എടുത്തു കൊടുത്തത്? ആരാണ് ഇയാളെ സഹായിച്ചത്? ഇന്ന് മാത്രമല്ല, മറ്റൊന്നുള്ളത്, നേരത്തെ പറഞ്ഞ ഹിന്ദു മഹാസഭയുടെ ഓൾ ഇന്ത്യ അധ്യക്ഷനായിട്ടുള്ള നിർമ്മൽ ചന്ദ്ര ചാറ്റർജി, അയാളെ കൽക്കട്ട ഹൈക്കോടതിയിൽ ജഡ്ജിയാക്കി. ആരാക്കിയത്? കോൺഗ്രസ്സുകാർ. അത് 1948 ഏപ്രിൽ മാസത്തിലാണ് ആക്കിയത്. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾ റിട്ടയർ ചെയ്തു. 18 മാസം കഴിഞ്ഞപ്പോൾ 1952 അയാൾ ഹുബ്ലി മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അയാളെ മത്സരിപ്പിച്ചു. അയാൾ ജയിച്ചു. 57 അയാൾ തോറ്റു. 62 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരും കൂടി പിന്താങ്ങിക്കൊണ്ട് വീണ്ടും അയാളെ അവിടെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചു. 67 അയാളുടെ മകനായിരിക്കുന്ന സോമനാഥ് ചാറ്റർജി, പിൽക്കാലത്ത് അയാൾ ഇന്ത്യയുടെ സ്പീക്കറായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി,
പോളിറ്റ് ബ്യൂറോയിൽ മെമ്പറായി. ഈ പറയുന്ന സോമനാഥ് ചാറ്റർജിയുടെ അച്ഛനാണ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. അപ്പൊ ഇങ്ങനെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യത്തിന്റെ ആദ്യത്തെ എര, ഒരു സംശയമില്ല, അതായിരുന്നു മഹാത്മാഗാന്ധി. പക്ഷേ ഹിന്ദു വിരുദ്ധനാണ് ഗാന്ധി എന്നൊരു നരേറ്റീവ് ഉണ്ടല്ലോ. അതെ, അതിനകത്ത് വലിയ പങ്കുവഹിക്കുന്നത് നെഹ്റു കുടുംബമാണ്. ഈ പൂർണ്ണോദയ മാഗസിൻ നവജീവൻ ട്രസ്റ്റിന്റെയാണ്, ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെയാണ്. അവരതിനെക്കുറിച്ച് എഴുതിയതിന്റെ യഥാർത്ഥ ഗാന്ധി കുടുംബാരാണ്. ഈ ഗാന്ധിയുടെ വധത്തോടു കൂടിയിട്ടും അതിന് തൊട്ടുമുന്നേ തന്നെ മഹാത്മാഗാന്ധിയിൽ നിന്ന് സ്വന്തം കുടുംബ പേര് പോലും പിടിച്ചു പറ്റുന്ന കാര്യത്തിൽ നെഹ്റു കുടുംബം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അവർ ഒരുപാട് നറേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് ആഖ്യാനങ്ങൾ കൊണ്ടുവന്നു, ഒരുപാട് തട്ടിപ്പുകൾ കൊണ്ടുവന്നു. ഈ തട്ടിപ്പുകളായിരുന്നു പിൽക്കാലത്ത് 60 വർഷക്കാലത്തോളം ഇന്ത്യയെ കോൺഗ്രസിന്റെ നുഖത്തിന്റെ കീഴിൽ അടിച്ചമർത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഇത്തരം കാപട്യങ്ങളാണ്. അതായത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളെ കൊല്ലണമെങ്കിൽ നമ്മൾ നിന്നു കൊടുക്കണം, അവരുടെ കലി അടങ്ങുന്നത് വരെ അവർ കൊന്നോട്ടെ എന്ന് ഗാന്ധിജി പറഞ്ഞതായിട്ട് ഈ തരത്തിൽ ഒരുപാട് കള്ള നറേഷൻസ് പറയാറുണ്ട്. ഇപ്പൊ അടുത്തിടയ്ക്ക് ചില ആളുകൾ പറഞ്ഞു ഞങ്ങളൊക്കെ ഇയാളുടെ മറ്റേ നെഹ്റുവിന്റെ പോലുള്ള ഇടതുപക്ഷക്കാരാണത്രേ. നെഹ്റുവിന്റെ പോലുള്ള നെഹ്റുവിന് എന്തിട്ട് ഇടതുപക്ഷമായിക്കുള്ളത്? നെഹ്റുവിന്റെ കാപട്യമാണ്. നെഹ്റു കുടുംബം കപട കുടുംബമാണ്. അതുകൊണ്ടാണ് അവര് മഹാത്മാഗാന്ധിയെ പരമാവധി ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹം മോശപ്പെട്ടവനാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നെഹ്റു കുടുംബവും അതേപോലെ തന്നെ കോൺഗ്രസും വ്യാപകമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ചരിത്രത്തിൽ തെളിവുണ്ട്. അമൂല്യ പൈതൃകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് മഹാത്മാഗാന്ധിയുടെ പുസ്തകമാണ്. അതിനകത്ത് ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് 1915 ഹരിദ്വാറിൽ നടന്നിട്ട് കുംഭമേളയിൽ കൂടിയാണ്. അപ്പൊ കുംഭമേളയാണ് ഇതിന്റെ പരിഹാരം എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിയാണ്. ആ മഹാത്മാഗാന്ധി വന്നത് ഹരിദ്വാറിലെ കുംഭമേളയിൽ കൂടിയാണ്. അതിനെക്കുറിച്ചൊരു അമൂല്യ പൈതൃകത്തിലും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്, സത്യാന്വേഷണ പരീക്ഷകൾ. അതിന് പേജ് നമ്പർ ഞാൻ ഓർക്കുന്നില്ല. ആ പുസ്തകത്തിന് കുംഭമേള എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി ഒരിക്കലും ഹൈന്ദവ ദർശനങ്ങൾക്കെതിരായിരുന്നില്ല. ഭാരതത്തിലെ ഹൈന്ദവരുടെ കൂടെയായിരുന്നു മഹാത്മജി. നമുക്കറിയാലോ, കേരളത്തിൽ തന്നെ നടന്നിട്ടില്ല വൈക്കം സത്യാഗ്രഹം നടന്നു. ആ സമരത്തിന്റെ നെടുനായകത്വം മഹാത്മജിക്കായിരുന്നു. മഹാത്മജി പറഞ്ഞത് ജോർജ് ജോസഫ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞു, താങ്കൾ സമരത്തിൽ നിന്ന് മാറി നിൽക്കണം, ഈ സമരം ഹിന്ദുക്കളായിരിക്കുന്ന സവർണര് സമരം നടത്തണം, ഗുരുദേവനെ പോലുള്ള ആളുകൾ സമരത്തിന് നേതൃത്വം കൊടുക്കണം. ഗുരുദേവൻ സമരപന്തലിലെത്തിയല്ലോ. ഗുരുദേവൻ സമരപന്തലിൽ ആദ്യമായിട്ട് എത്തിയത് ഈ പറയുന്ന ആദ്യമായിട്ടും അവസാനമായിട്ടും എൻ്റെ ഓർമ്മയിലുള്ളത് അദ്ദേഹം അവസാനമായിട്ട് അത് തന്നെയെന്നാണ്. വൈക്കം സത്യാഗ്രഹത്തിന് സമരപന്തലിൽ അദ്ദേഹത്തെ എത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ സമരത്തിന്റെ ഭാഗമാണെന്ന് ഗുരുദേവൻ പറയുന്നുണ്ട്. ഇത് മഹാത്മാഗാന്ധിയായിട്ടുള്ള ബന്ധമാണ്. മഹാത്മാഗാന്ധി ജോർജ് ജോസഫിനോട് പറഞ്ഞത്, താങ്കൾ ചെയ്യേണ്ടത്, താങ്കളുടെ പ്രസ്ഥാനത്തിൽ ജാതിയുണ്ട്, ക്രൈസ്തവ മതവിഭാഗത്തിൽ ജാതിയുണ്ട്, അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരിക്കുന്ന CF ആൻഡ്രൂസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ നേതൃത്വം കൊടുത്ത വൈക്കം മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുള്ള 1974 തുടങ്ങിയിട്ട് 77 വരെയുള്ള 3 കൊല്ലക്കാലം കൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട സോവനീറിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജോർജ് ജോസഫിനോട് പങ്കെടുക്കരുത് എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിക്ക് ഇത്തരം വിഷയങ്ങളിൽ വലിയൊരു വിഷൻ ഉണ്ടായിരുന്നു. അത്തരം മഹാത്മാഗാന്ധി ഒരിക്കലും നിലനിൽക്കരുതെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ ശക്തമായിട്ടുള്ള അഭിപ്രായത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ഇരയായിരുന്നു മഹാത്മാഗാന്ധി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഈ കാര്യത്തിൽ ഒരു വെപ്പണായിട്ട് പ്രവർത്തിച്ച ആളുടെ പേരാണ് നാഥുറാം വിനായ് ഗോഡ്സെ. അപ്പോൾ പുതിയ കാല ഹിന്ദു യുവാക്കൾ അല്ലെങ്കിൽ ഹിന്ദു പക്ഷത്താണെന്ന് പറയുന്നവർക്ക് പലപ്പോഴും ഗാന്ധിജി ഇഷ്ടമല്ല, ഗാന്ധിജി ഹിന്ദു വിരുദ്ധനാണെന്നാണ് പറയപ്പെടുന്നത്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെഹ്റുവും കോൺഗ്രസും കൊണ്ടുവന്നിട്ടുള്ള നറേഷൻസ്, ആ നറേഷൻസ് വളരെ വ്യാപകമായി ഒരു ഭരണത്തിൻ്റെ ചെലവിലാണ് അവർ നടത്തിയത്. അത് കേട്ട് വിശ്വസിച്ചുകൊണ്ട് പുതിയ തലമുറ അവർ പഠിച്ച പാഠങ്ങളിൽ നിന്ന് മതഭ്രാന്തനായിട്ടുള്ള, മതഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ്, RSS ആണ്, BJP ആണെന്നൊക്കെ ധരിക്കുന്ന ആളുകൾ, അങ്ങനെയല്ല സത്യത്തിൽ. ഒരിക്കലും ഒരു BJPക്കാരന്, ഒരിക്കലും ഒരു RSSകാരന്, ഒരിക്കലും സനാതന ധർമ്മവിശ്വാസിക്ക് മതഭ്രാന്തനാകാൻ വേണ്ടി സാധ്യമല്ല. മതഭ്രാന്തനാണോ സംശയമില്ല, അവൻ്റെ വേര് അത് കോൺഗ്രസിൻ്റെ മണ്ണിലാണുള്ളത്.
ആ കോൺഗ്രസിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് അവൻ ആരുടെയും വെപ്പണായിട്ട് പ്രവർത്തിച്ചു. എനിക്ക് ആരുടേതെന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. അതിനപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യവും ഗാന്ധിവധത്തെ സംബന്ധിച്ച് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കില്ല, ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കില്ല. ഇത് കൃത്യമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ആസൂത്രിതമായുള്ള പരിശ്രമമാണെന്നുള്ളവരും എനിക്ക് രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ വേണ്ടി സാധിക്കും. അതായത് ഗാന്ധിജി ഈ പറയുന്ന പോലെ ഹിന്ദു വിരുദ്ധനാണെന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പോലെ തന്നെ പറയപ്പെടുന്നുണ്ട്. ഇത് മുസ്ലിം പ്രീണനം നടത്തിയിരുന്നു, അല്ലെങ്കിൽ RSSനെ ഗാന്ധിജി എതിർത്തിരുന്നു എന്നൊക്കെയുള്ള നരേഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ RSSൻ്റെ 1935 RSSൻ്റെ ശാഖ സന്ദർശിക്കുന്നൊരു വാർത്തയിൽ, അത് RSSൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ജി ഉള്ള സമയത്താണ്. അദ്ദേഹം ക്ഷണിച്ചിട്ട് പോലുമില്ല. സമീപത്തുള്ള കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വന്നിട്ടുള്ള മഹാത്മാഗാന്ധി ഇവിടെ RSSന് അവിടെ കൂടുതൽ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തായിലേക്കുള്ള RSSൻ്റെ ശിബിരത്തിലേക്ക് ചെല്ലുകയാണ്. ആ ശിബിരത്തിൽ ചെല്ലുന്ന സമയത്ത് പലരോടും പരിചയപ്പെട്ടു. അവരൊക്കെ തന്നെ ആഹ്ലാദത്തോടൊരു മഹാത്മാഗാന്ധിയോട് സംസാരിച്ചു. മഹാത്മജി പറഞ്ഞു, നിങ്ങളുടെ ജാതി എന്താണ്, നിങ്ങളുടെ ജാതി എന്താണ്? അപ്പോൾ അവർ, ഞങ്ങൾ ജാതിയല്ല ഇവിടെ ഭരിക്കുന്നത്, RSSൽ ജാതി ആരും ചോദിക്കാറില്ല. ഇവിടെ ഏറ്റവും ഉന്നത നിലയിലുള്ള എന്ന് പറയപ്പെടുന്ന ആളുകൾ തുടങ്ങിയിട്ട് താഴെത്തട്ടിലെന്ന് പറയപ്പെടുന്ന ആളുകൾ വരെ ഒരേ സ്ഥലത്ത് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് ഉറങ്ങി ജീവിക്കുന്നൊരു സ്ഥലമാണ് RSSൻ്റെ ശിബിരങ്ങളെന്ന് മഹാത്മാഗാന്ധിയോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം വളരെ അത്ഭുതത്തോടു കൂടിക്കൊണ്ടാണ് പറഞ്ഞത്, ഇത്തരം പ്രവർത്തനങ്ങൾക്കാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അതുകൊണ്ടാണ് RSSൻ്റെ പ്രാതസ്മരണയിൽ ഇന്നും പറയുന്നത് തിലകോ ഗാന്ധിരാധൃത എന്ന് പറയുന്ന ആ ഒരൊറ്റ വരിയുടെ അടിസ്ഥാനം ശരിക്ക് ഗാന്ധിയും RSSും തമ്മിലുള്ള ഒരു നാഭീനാള ബന്ധമാണെന്നുള്ളത് എനിക്കൊരു സംശയമില്ല. ഇന്ത്യ ലൈവിനെ നിങ്ങൾ സഹായിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒരുപാട് പേർ ചാനൽ കാണുന്നുണ്ട്, കണ്ടിട്ടങ്ങ് പോവുകയാണ്. അതുപോരാ, നമ്മുടെ IND എന്നുള്ള നമ്മുടെ ലോഗോയിലൊന്ന് വിരലമർത്തുക. അപ്പോൾ തെളിഞ്ഞു വരുന്ന സബ്സ്ക്രിപ്ഷൻ ബാറിൽ അമർത്തുക. തൊട്ടുപുറത്തൊരു ബെൽ ഐക്കണുണ്ട്, അവിടെയും വിരലമർത്തിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും.